ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പണ്ടത്തേതിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ ഒരുപാട് ആളുകൾ ജർമ്മനിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. നമുക്കിവിടെ കിട്ടുന്ന ബെനിഫിറ്റുകളാണ് നമ്മളെ ഇങ്ങോട്ട് ആകർഷിക്കുന്നത്. അപ്പം അത്തരത്തിൽ നമുക്ക് കിട്ടുന്നൊരു ബെനിഫിറ്റാണ് കിൻഡർഗാർട്ടൻ എന്ന് പറയുന്നത്. അപ്പോൾ കിൻഡർഗാർട്ടൻ എന്താണെന്നും അതിന് നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നും അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണെന്നും അതിൻ്റെ ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ജർമ്മൻ ഗവൺമെൻറ് ഇവിടുത്തെ റെസിഡൻസിന് അവരുടെ മക്കളെ വളർത്തുന്നതിന് വേണ്ടി മന്ത്ലി കൊടുക്കുന്ന അലവൻസാണ് കിൻഡർഗാർട്ടൻ എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ വർഷങ്ങളിൽ ആദ്യത്തെ 2 കുട്ടികൾക്ക് 219 യൂറോയും മൂന്നാമത്തെ കുട്ടിക്ക് 225 യൂറോയും 4ാമത്തെ കുട്ടി മുതൽ പിന്നീട് അങ്ങോട്ടുള്ള കുട്ടികൾക്ക് 250 യൂറോ എന്നീ നിരക്കിലാണ് കിൻഡർഗാർട്ടൻ കൊടുത്തിരുന്നത്. പക്ഷേ 2023 ജനുവരി മുതൽ ഈ ഒരു എമൗണ്ട് വലിയൊരു വ്യത്യാസമാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ 1, 2, 3, 4 എന്നീ കണക്കുകളില്ലാതെ തന്നെ എത്ര കുട്ടിയുണ്ടോ അത്രയും കുട്ടിക്കും 250 യൂറോ തുല്യമായി ഓരോ കുട്ടിക്കും 250 യൂറോ എന്ന നിരക്കിലാണ് കിൻഡർഗാർട്ടൻ നമുക്ക് കിട്ടുന്നത്. നമുക്ക് 18 വയസ്സിൽ താഴെയുള്ള കുട്ടിയും അതോടൊപ്പം തന്നെ ജർമ്മൻ റെസിഡൻറ്റ് പെർമിറ്റും ഉണ്ടെങ്കിൽ നമുക്ക് ഈ കിൻഡർഗാർട്ടന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ചില സമയങ്ങളിൽ ഈ 18 വയസ്സെന്നുള്ളത് എക്സ്റ്റെൻഡ് ആവാറുണ്ട് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടി ഡിസേബിൾ ആണ് എന്ന് വെച്ചാൽ കുട്ടിക്ക് ജോലി ചെയ്യാനൊന്നും പറ്റില്ല, 18 വയസ്സ് കഴിഞ്ഞ് ജോലി ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു കിൻഡർഗാർട്ടൻ എന്നുള്ളത് 21, 24 വയസ്സ് വരെ എക്സ്റ്റെൻഡ് ആവാറുണ്ട്. അതേപോലെ തന്നെ 18 വയസ്സ് കഴിഞ്ഞിട്ടും കുട്ടികൾ ഒരു വൊക്കേഷണൽ ട്രെയിനിങ്ങോ ഇൻറ്റേൺഷിപ്പോ അങ്ങനെ എന്തെങ്കിലും ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ഈ ഒരു കിൻഡർഗാർട്ടന് നമുക്ക് വീണ്ടും അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ വന്ന് നമുക്ക് ജർമ്മൻ റെസിഡൻറ്റ് പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ കിൻഡർഗാർട്ടന് അപ്ലൈ ചെയ്യാവുന്നതാണ്. റെസിഡൻറ്റ് പെർമിറ്റിനോടൊപ്പം തന്നെ കുട്ടികളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് നമ്മൾ പ്രൂഫായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ കുട്ടികൾ ഡിസേബിൾ ആണ് എന്നുണ്ടെങ്കിൽ അവരുടെ ഡിസബിലിറ്റി പ്രൂവ് ചെയ്യുന്ന ഡോക്ടർ സർട്ടിഫിക്കറ്റും അതേപോലെ 18 വയസ്സിന് ശേഷം കുട്ടികൾ എന്തെങ്കിലും ഇൻറ്റേൺഷിപ്പോ കോഴ്സുകൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൂഫും നമ്മൾ ഇതിനോടൊപ്പം തന്നെ വെക്കേണ്ടതുണ്ട്. ഇപ്പം ആദ്യമായിട്ട് നമ്മൾ കിൻഡർഗാർട്ടൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ 18 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റും റെസിഡൻറ്റ് പെർമിറ്റും മതിയാകും. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊന്ന് നോക്കാം. കിൻഡർഗാർട്ടൻ നമുക്ക് ഓൺലൈൻ വഴിയോ ഓഫ്ലൈൻ വഴിയോ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇവിടുത്തെ സിറ്റിസൺസ് ആണ് കിൻഡർഗാർട്ടന് അപ്ലൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എൽസ്റ്റർ എന്ന പോർട്ടൽ, എൽസ്റ്റർ എന്ന് പറയുന്നത് ഇവിടുത്തെ ടാക്സ് റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്ന ഓൺലൈൻ പോർട്ടലാണ്. അതുവഴി നമുക്ക് കിൻഡർഗാർട്ടന് അപ്ലൈ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളെപ്പോലെയുള്ള ഫോറിനേഴ്സ് ഇവിടെ വന്നതിന് ശേഷമാണ് കിൻഡർഗാർട്ടന് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ റെസിഡൻറ്റ് പെർമിറ്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പം റെസിഡൻറ്റ് പെർമിറ്റ് ഉള്ളവർ അപ്ലൈ ചെയ്യേണ്ടത് ഇതിൻ്റെ ഫോം ഡൗൺലോഡ് ചെയ്ത് ഫില്ല് ചെയ്തതിന് ശേഷം ഒന്നുകിൽ ഫാമിലിയൻ കാസെ അഡ്രസ്സിൽ നമുക്ക് മെയിൽ വഴി പോസ്റ്റ് വഴി അയക്കാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഫാമിലിയൻ കാസയുടെ ഇമെയിൽ ഐഡിയിൽ നമുക്ക് ഈ ഫോം ഫില്ല് ചെയ്ത് സൈൻ ചെയ്തതിന് ശേഷം സ്കാൻ ചെയ്ത കോപ്പി നമുക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. ഇത് രണ്ടാണെങ്കിലും നമുക്ക് ഇതിൻ്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് കൂടെ പിൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്ന് നോക്കാം. arbeitsagentur.de എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെയാണ് നമ്മൾ കിൻഡർഗാർട്ടൻ്റെ ഫോം ഡൗൺലോഡ് ചെയ്യുന്നത്. arbeitsagentur എന്ന് പറയുന്നത് ഇവിടുത്തെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ്. നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ മാത്രമല്ല മറ്റു വെബ്സൈറ്റുകളിലും കിൻഡർഗാർട്ടൻ്റെ ഫോം അവൈലബിൾ ആണ്. പക്ഷേ ഇത് അപ് ടു ഡേറ്റ് ആയതുകൊണ്ടും ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയതുകൊണ്ടും നമ്മൾ ഈ ഒരു വെബ്സൈറ്റാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫോം ഡൗൺലോഡ് ചെയ്തതെന്ന് നോക്കാം. അപ്പം ഈ ഒരു വെബ്സൈറ്റ് നമുക്ക് ഇംഗ്ലീഷിലും അതേപോലെ ഡോഷിലും അവൈലബിൾ ആണ്. ഇതിൻ്റെ ടോപ്പ് റൈറ്റ് ഹാൻഡ് കോർണറിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാം. അതേപോലെ തന്നെ ഇപ്പോൾ ഗൂഗിൾ ക്രോം പോലുള്ള ബ്രൗസർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബ്രൗസർ വഴി തന്നെ ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പം ഇതിൽ മെനു ഇപ്പോൾ ഇംഗ്ലീഷ് വേർഷൻ ആണെന്നുണ്ടെങ്കിൽ മെനുവിൽ ചെന്ന് കഴിയുമ്പം ഫാമിലി ആൻഡ് ചിൽഡ്രൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. അതേസമയം ഇത് ഡോഷിലുള്ള വെബ്സൈറ്റാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ
നമുക്ക് മെനുവിൽ നിന്നും എടുക്കാം. അതല്ല ഒന്ന് ജസ്റ്റ് സ്ക്രോൾ ഡൗൺ ചെയ്യുകയാണെങ്കിൽ താഴെ തന്നെ ഫാമിലി und കിൻഡർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ അവൈലബിൾ ആണ്. അതിലകത്തോട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കുറച്ച് ക്വിക്ക് സ്റ്റാർട്ടുകൾ കാണാം. ഈ ക്വിക്ക് സ്റ്റാർട്ടിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള ഫോമുകൾ അവൈലബിൾ ആണ്. ഇത് ആദ്യത്തേത് ആപ്ലിക്കേഷൻ ഫോർ ചൈൽഡ് ബെനിഫിറ്റ് ഫ്രം ബർത്ത്. ഇത് ആപ്ലിക്കേഷൻ ഫോർ ചൈൽഡ് ബെനിഫിറ്റ് ഫ്രം ദ ഏജ് ഓഫ് 18, നോട്ടിഫിക്കേഷൻ ടു ദ ഫാമിലി ഫണ്ട് ആൻഡ് ചൈൽഡ് അലവൻസ് ആപ്ലിക്കേഷൻ. സോ ഈ ചൈൽഡ് അലവൻസ് ആപ്ലിക്കേഷൻസും ചൈൽഡ് ബെനിഫിറ്റ് ആപ്ലിക്കേഷൻസും ആപ്ലിക്കേഷൻ ഫോമും തമ്മിൽ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവാം. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് ഈ ഒരു വെബ്സൈറ്റ് ഞാൻ അതിൻ്റെ ഒറിജിനൽ ലാംഗ്വേജിൽ കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ കാണാം, ഇത് കിൻഡർഗെൽഡ് അൻട്രാഗ് അബ് ഗബേർട്ട് എന്നാണ് ഈ ഒരു ഫോമിൻ്റേത്. അതേസമയം ഇത് കാണിച്ചിരിക്കുന്ന ഈ ചൈൽഡ് അലവൻസ് എന്ന് പറയുന്നത് വേറൊരു ഫോമാണ്. ഇത് കിൻഡർ സൂഷ്ലാഗ്. എൻ്റെ ജർമ്മൻ പ്രൊനൗൺസിയേഷൻ വളരെ ബാഡാണ്. ഞാൻ ജർമ്മൻ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ അത് ഞാൻ വായിച്ചത് തെറ്റാന്ന് എനിക്ക് തന്നെ നല്ല ഉറപ്പുണ്ട്, ക്ഷമിക്കുക. അപ്പം നമുക്ക് പോകേണ്ടത് ഈ കിൻഡർഗെൽഡ് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷനിലേക്കാണ്. ഇപ്പം ഇവിടെ ചെറിയൊരു നോട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കിൻഡർഗെൽഡ് ഫാമിലി ആൻഡ് കാസിയെ കോൺടാക്റ്റ് ചെയ്യാൻ ടെലിഫോൺ വഴി കോൺടാക്റ്റ് ചെയ്യാം, ഇൻ പേഴ്സൺ കോൺടാക്റ്റ് ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽസൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഉക്രൈൻ റെഫ്യൂജീസികളിൽ പ്രത്യേക ഫോം ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഫോം എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ആ ഒരു കിൻഡർഗെൽഡിൻ്റെ ക്വിക്ക് സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഫോമിലേക്കാണ് ഈ ഒരു പേജ് പോകുന്നത്. ഇവിടെ നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് നോട്ട്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറയാൻ വിട്ടുപോയൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കിൻഡർഗെൽഡിന് അപ്ലൈ ചെയ്യാനായിട്ട് നമ്മുടെ കുട്ടികളുടെ ബർത്ത് സർട്ടിഫിക്കറ്റും അതോടൊപ്പം നമ്മുടെ ഇവിടുത്തെ റെസിഡൻറ്റ് പെർമിറ്റും ആവശ്യമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട മറ്റൊരു കാര്യമാണ് കുട്ടികളുടെ ടാക്സ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എന്ന് പറയുന്നത്. നമ്മൾ സിറ്റി രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫാമിലിയിൽ എല്ലാവർക്കും സിറ്റി രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്കായിട്ടുള്ള ടാക്സ് ID കൂടെ ജനറേറ്റ് ആയി നമുക്ക് പോസ്റ്റ് വഴി കിട്ടുന്നുണ്ട്. അപ്പോൾ സിറ്റി രജിസ്ട്രേഷൻ ചെയ്യാത്തവരാണെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ നമ്മൾ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ റെഫർ ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുത്തേക്കാം. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഞാനത് ലാംഗ്വേജ് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അപ്പം കിൻഡർഗെൽഡ് അപ്ലൈ ചെയ്യുന്നതിന് ടാക്സ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ നിർബന്ധമാണെന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം എൽസ്റ്ററിനെ കുറിച്ചാണ്. ഞാനത് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൽസ്റ്റർ എന്ന് പറയുന്നത് ഇവിടുത്തെ ടാക്സിൻ്റെ ഒഫീഷ്യൽ പോർട്ടലാണ്. അപ്പോൾ നമുക്ക് എൽസ്റ്റർ വഴിയാണ് കിൻഡർഗെൽഡിന് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിത് ഫോം ഡൗൺലോഡ് ചെയ്യുകയോ പ്രിൻ്റ് എടുക്കുകയോ സൈൻ ചെയ്യുകയോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് പോർട്ടൽ വഴി തന്നെ കംപ്ലീറ്റ് ഡിജിറ്റലായിട്ട് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പം എൽസ്റ്റർ വഴി ചെയ്യണമെങ്കിൽ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടുത്തെ സിറ്റിസൺസിനാണത് കുറച്ചുകൂടെ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. നമ്മളൊരു ഫോറിനർ നമ്മളൊരു റെസിഡൻറ്റ് പെർമിറ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ ബ്ലൂ കാർഡ് വെച്ചിട്ടാണെങ്കിലും നമ്മളിത് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടുന്നില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു ഫോം ഫില്ല് ചെയ്യാൻ പറ്റും. പക്ഷേ ഫോം ഫില്ല് ചെയ്ത് നമ്മൾ അവസാനം വന്നു കഴിയുമ്പം അതിനകത്ത് നമ്മുടെ സിറ്റിസൺഷിപ്പ് ഓട്ടോമാറ്റിക്കലി ജർമ്മനായിട്ട് ഉണ്ടാവും. അപ്പോൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞ് RP ഒക്കെ കിട്ടിയതിന് ശേഷം കിൻഡർഗെൽഡിന് അപ്ലൈ ചെയ്യുമ്പം നമ്മൾ എന്തായാലും ഒരിക്കലും ഒരു ജർമ്മൻ സിറ്റിസൺ ആകുന്നില്ല. ജർമ്മൻ സിറ്റിസൺഷിപ്പ് കിട്ടണമെങ്കിൽ ഏകദേശം 4-5 വർഷമൊക്കെ വേണ്ടി വരും. അപ്പം ആ ഒരു പോർഷൻ നമുക്ക് ഇഗ്നോർ ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ചോദിച്ചിട്ടുള്ളത്, ഈ ഒരു ഫോം ഫില്ല് ചെയ്ത് കണ്ടിന്യൂ ചെയ്താലാണ് നമുക്ക് ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യാൻ പറ്റുക. അപ്പം ഇതിനകത്ത് ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഡു യു ഹാവ് ജർമ്മൻ സിറ്റിസൺഷിപ്പ് എന്നുള്ളതാണ്. യെസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് എൽസ്റ്ററിൻ്റെ പോർട്ടലിലേക്ക് പോകും. അപ്പോൾ നമുക്കിവിടെ നോയാണ് കൊടുക്കേണ്ടത്. നാഷണാലിറ്റി ഇപ്പം ഏതാണ് നമ്മുടെ നാഷണാലിറ്റി അത് കൊടുക്കുക. ഇപ്പോൾ ഇന്ത്യൻ എന്നുള്ളതിന് അതിൻ്റെ ജർമ്മൻ വാക്കെന്ന് പറയുന്നത് ഇൻഡിഷാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ മിക്കവാറും അതൊരു ചെറിയ എറർ കാണിക്കും. പിന്നെ വുഡ് യു like to apply for child benefit for your natural newborn child? Yes. Do you live in Germany? Yes. അപ്പോൾ നമ്മളിതെല്ലാം ഫില്ല് ചെയ്ത് കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പം നമ്മൾ അടുത്തൊരു പേജിലേക്ക് പോകുന്നത്, ഈ പേജിൽ കാണിച്ചിട്ടുള്ളത് ഇതിൻ്റെ നമുക്ക് ഫാമിലി ആൻഡ് കാസ്റ്റയുടെ ഓഫീസ് സെർച്ച് ചെയ്യാം. അതേപോലെ കുറച്ച് ഡൗൺലോഡുകളുണ്ട്. പിന്നെ ഇതിൻ്റെ ഒഫീഷ്യൽ ഫോൺ നമ്പറാണ്. ഓഫീസ് സെർച്ച് നമുക്ക് അടുത്തുള്ള
ഫാമിലി ആൻഡ് കാസ്റ്റ് അല്ലെങ്കിൽ ഫാമിലി ബെനിഫിറ്റ്സിൻ്റെ ഓഫീസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫോം ഫില്ല് ചെയ്താൽ നമുക്ക് നേരിട്ട് അവിടെ ആ ഓഫീസിൽ ചെന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. അതല്ല നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ഫോളോ അപ്പിൻ്റെ ഒക്കെ ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓഫീസ് എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കാം. ഇപ്പം ഞാൻ ഞങ്ങളുടെ അടുത്തുള്ള ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പിൻകോഡ് അടിച്ചു കൊടുത്ത് നമുക്കിവിടെ ഫാമിലി ആൻഡ് കാസ്റ്റ് മാത്രമായിട്ട് ഫിൽട്ടർ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഫാമിലി ആൻഡ് കാസ്റ്റയുടെ അഡ്രസ്സും അതേപോലെ നമ്മൾ അയക്കേണ്ടത് ഇമെയിൽ ഐ ഡി, നമ്മൾ ഈ ഒരു ഇമെയിൽ ഐ ഡിയിലേക്കാണ് ഈ ഒരു ഫോം ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ അയക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അഡ്രസ്സിലേക്ക് പോസ്റ്റ് വഴി അയക്കാം. പിന്നെ നമുക്ക് ഫാമിലി ആൻഡ് കാസ്റ്റിനെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഫോൺ നമ്പറുകളും അതിൻ്റെ വർക്കിംഗ് ടൈമുകളും എല്ലാം ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഫാമിലി ആൻഡ് കാസ്റ്റ് മാത്രമല്ല ജോബ് സെൻറ്ററും മറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന മറ്റ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും അതേപോലെ ഫാമിലി ബെനിഫിറ്റുകളുടെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈ ഒരു പോർട്ടലിൽ ലഭ്യമാണ്. അപ്പോൾ നമുക്ക് തിരിച്ച് ആദ്യത്തെ പേജിലോട്ട് തന്നെ പോവാം. അതിനുശേഷം നമുക്കിവിടെ കുറച്ച് ഡൗൺലോഡ്സ് അവൈലബിൾ ആണ്. അപ്പം ഇത് അതിൻ്റെ ലീഫ്ലെറ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോമിൽ എന്തൊക്കെയാണോ ഉള്ളത്, ഇതിന് എലിജിബിലിറ്റി, നമ്മളൊരു കിൻഡർഗാർട്ടൻ അപ്ലൈ ചെയ്യുമ്പോൾ അതിനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഫോമിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഫോം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ജർമ്മനിലാണ്. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് DeepL.com അതല്ലെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വഴിയോ നമുക്ക് ഈ ഒരു ഫോം ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഇത് ഞാൻ ഓൾറെഡി DeepL വഴി ഡൗൺലോഡ് ചെയ്തൊരു ഇംഗ്ലീഷ് വേർഷനാണ് ആ ഒരു ലീഫ്ലെറ്റിൻ്റെ. അപ്പോൾ നമുക്കിതിനകത്തോട്ട് നോക്കുകയാണെങ്കിൽ എന്താണ് ചൈൽഡ് ബെനിഫിറ്റ്, അതിൻ്റെ ക്രൈറ്റീരിയകൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തിരിച്ച് ഫോമിൽ ഡൗൺലോഡ് വെബ്സൈറ്റിലേക്ക് വരാം. ഇതിനകത്ത് നമ്മളിവിടെ ഒരു മോർ ഡൗൺലോഡ്സ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമുക്കിതിനകത്ത് കിൻഡർഗാർട്ടൻ്റെ ആപ്ലിക്കേഷൻ ഫോം കാണാം. അന്ത്രാഗ് ഓഫ് കിൻഡർഗാർട്ടൻ എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഫോം. ഈ ഒരു ഫോം ജർമ്മനിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ നമുക്കിതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാം. നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിയുമ്പം ആപ്ലിക്കേഷൻ ഫോർ ചൈൽഡ് ബെനിഫിറ്റ് KG1 EN ഇംഗ്ലീഷിൽ മാത്രമല്ല ഇതിൽ പല ലാംഗ്വേജുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏത് ലാംഗ്വേജ് ആണോ വേണ്ടത് ആ ഒരു ലാംഗ്വേജിൽ ഇത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് കിൻഡർഗാർട്ടൻ അപ്ലൈ ചെയ്യുന്നതിനുള്ള മെയിൻ ആപ്ലിക്കേഷൻ ഫോം. നമുക്ക് ഈ ഒരു മെയിൻ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ തന്നെ മറ്റൊരു ഫോം കൂടെ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതൊരു അപ്പൻഡിക്സ് ചൈൽഡ് എന്ന് പറയുന്ന, നമുക്ക് എത്ര കുട്ടികൾക്കാണോ നമ്മൾ കിൻഡർഗാർട്ടൻ അപ്ലൈ ചെയ്യുന്നത് അത്രയും കുട്ടികൾക്കും ഓരോ കുട്ടിക്കും ഓരോ ഫോം എന്നുള്ള രീതിയിൽ നമ്മൾ ഈ ഒരു മെയിൻ ഫോമിൻ്റെ കൂടെ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഈ ഫോം നമുക്ക് 2 ലാംഗ്വേജുകളിലും അവൈലബിൾ ആണ്. കുറച്ചുകൂടെ ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് വരുമ്പം അൺലാക്ക് കിൻസും ഹബ്ട്രാങ് കിൻഡർഗാർട്ടൻ ഇതാണ് ഇതിൻ്റെ അപ്പൻഡിക്സ് ഫോം. ഇതിൻ്റെ തന്നെ ഇംഗ്ലീഷ് വേർഷൻ നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പൻഡിക്സ് ചൈൽഡ് ഫോർ ആപ്ലിക്കേഷൻ ഫോർ ചൈൽഡ് ബെനിഫിറ്റ്. അപ്പോൾ നമുക്ക് ഈ 2 ഫോമുകളാണ് ഫില്ല് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇത് നമുക്ക് ഒന്നുകിൽ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് മാനുവലി ഫില്ലിൻ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡിജിറ്റലി തന്നെ ഫില്ല് ചെയ്യാം. അതിപ്പോൾ എങ്ങനെയാണ് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിൽ ആദ്യത്തെ ഇത് നമ്മുടെ മെയിൻ ഫോമാണ്. ഇതിൽ ആദ്യം ചോദിച്ചിരിക്കുന്നത് ചൈൽഡ് ബെനിഫിറ്റ് നമ്പറാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കിൻഡർഗാർട്ടൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ചൈൽഡ് ബെനിഫിറ്റ് നമ്പർ നമ്മുടെ കയ്യിൽ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പോർഷൻ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് ചോദിച്ചിരിക്കുന്നത് ടാക്സ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണ്. ഇത് ജർമ്മൻ ടാക്സ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഓഫ് പേഴ്സൺ മേക്കിംഗ് ആപ്ലിക്കേഷൻ. ഇപ്പോൾ ആരാണോ ഫോം ഫില്ല് ചെയ്യുന്നത് അവരുടെ ടാക്സ് ID ആണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. ഞാനൊരു റാൻഡം നമ്പറോട് കൊടുക്കുകയാണ്. അതിനുശേഷം ഇവിടെ നമ്മുടെ ഫോൺ നമ്പർ, പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്പർ ഓഫ് അപ്പൻഡിക്സ് ചൈൽഡ് ഫോം സബ്മിറ്റഡ്. നമ്മൾ ഈ ഒരു മെയിൻ ഫോമിൻ്റെ കൂടെ എത്ര കുട്ടികളുടെ ആപ്ലിക്കേഷൻ ഫോമാണോ സബ്മിറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ ഒരാളാണെങ്കിൽ അത് 1, അതല്ല 1-ൽ കൂടുതലുണ്ട്, എത്രയാണോ ആ ഒരു നമ്പറാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇപ്പം ഞങ്ങളുടെ കേസിൽ അത് 2 കുട്ടികൾക്കാണ് ഞങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാനത് 2 എന്നാണ് ഇടുന്നത്. ഇനി അടുത്തത് ആരാണ് ഈ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്നത് അവരുടെ ഡീറ്റെയിൽസ് ആണ്.
ഇപ്പം ഞാനാണിത് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ലാസ്റ്റ് നെയിം, ഫസ്റ്റ് നെയിം, പിന്നെ മെയ്ഡൻ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത്, സെക്സ്, നാഷണാലിറ്റി. ഈ ഒരു കാര്യമൊക്കെ നമ്മൾ ഫില്ല് ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാസ്പോർട്ടിൽ കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റിലുള്ള ഡീറ്റെയിൽസ് എല്ലാം അത് കൃത്യമായിട്ട് തന്നെ ഫില്ലിങ് ചെയ്യാൻ ശ്രദ്ധിക്കുക. സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളോ ഒന്നും തന്നെ ഇല്ലാതെ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക. ഇനി താഴോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ അഡ്രസ്സാണ് ഇവിടെ കൊടുക്കേണ്ടത്. അതിനുശേഷം നമ്മുടെ ഫാമിലി സ്റ്റാറ്റസ്, സിംഗിൾ ആണോ, മാരീഡ് ആണോ, ഡിവോഴ്സ്ഡ് ആണോ, വിഡോഡ് ആണോ, അതെന്താണെന്ന് വെച്ചാൽ അങ്ങനെ അതെന്ന് മുതലാണെന്നുള്ള ഡീറ്റെയിൽസും ഇവിടെ മെൻഷൻ ചെയ്യേണ്ടതുണ്ട്. പിന്നെ സ്ക്രോൾ ഡൗൺ ചെയ്ത് താഴോട്ട് വരുമ്പം അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ആരാണ് നമ്മുടെ കൂടെ വീട്ടിൽ താമസിക്കുന്നത്, നമ്മുടെ സ്പൗസ് ആണോ അല്ലെങ്കിൽ സിവിൽ പാർട്ട്ണറാണോ, അവരുടെ ഡീറ്റെയിൽസാണ് നമ്മളിവിടെ ഫില്ല് ചെയ്യേണ്ടത്. ഇപ്പം ഈ ഒരു ഫോം എൻ്റെ പേരിൽ ഫില്ല് ചെയ്യുന്നത് കൊണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ ഫില്ല് ചെയ്യേണ്ടത്. ഇവിടെ അഡ്രസ്സ് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ കൂടെയാണ് താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ സെയിം അഡ്രസ്സ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിവിടെ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മുടെ വൈഫ് വേറൊരു സ്ഥലത്താണ് അല്ലെങ്കിൽ ഹസ്ബൻഡ് വേറൊരു സ്ഥലത്താണ്, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം ആ ഒരു ഡീറ്റെയിൽസ് മാത്രം ഇവിടെ ഫില്ല് ചെയ്താൽ മതി. ഇനി അടുത്ത പോയിന്റ് ഡീറ്റെയിൽസ് ഓഫ് മെത്തേഡ് ഓഫ് പേയ്മെൻറ്റ് എന്നുള്ളതാണ്. അപ്പം നമുക്ക് കിൻഡർഗാർട്ടനിൽ ഒരിക്കലും ക്യാഷ് ആയിട്ട് നമ്മുടെ കയ്യിൽ കിട്ടില്ല, അത് ബാങ്ക് ട്രാൻസ്ഫർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ബാങ്കിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുക്കേണ്ടത്. IBAN എന്ന് പറയുന്നത് ഇവിടുത്തെ ബാങ്ക് അക്കൗണ്ട് നമ്പറാണ്. അതേപോലെ ഈ ഒരു ഡീറ്റെയിൽസ് എല്ലാം IBAN, BIC, അതേപോലെ ബാങ്കിൻ്റെ പേരും മറ്റ് ഡീറ്റെയിൽസും എല്ലാം നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് ഇവിടെ ഫില്ല് ചെയ്യുക. അതേപോലെ ഇപ്പം ഇത് എൻ്റെ അക്കൗണ്ടല്ല, ഞാൻ ഇപ്പോൾ എൻ്റെ സ്പൗസിൻ്റെ അക്കൗണ്ടിലേക്കാണ് ഫില്ല് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ, നോട്ട് ദ പേഴ്സൺ മേക്കിംഗ് ആപ്ലിക്കേഷൻ ബട്ട് ദിസ് നെയിം. അതല്ല എൻ്റെ പേരിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ഇനി അടുത്ത ഓപ്ഷൻ നോട്ടിഫിക്കേഷൻ ഷുഡ് നോട്ട് ബി സെൻഡ് ടു മീ ബട്ട് ടു ദ ഫോളോയിങ് പേഴ്സൺ. ഇപ്പം ഈ കിൻഡർഗാർട്ടൻ നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഫർദർ നോട്ടിഫിക്കേഷൻസ് എല്ലാം എനിക്കല്ല വരേണ്ടത്, പകരം മറ്റൊരാൾക്കാണ്. ഒന്നുമില്ല എൻ്റെ സ്പൗസിനോ അതല്ല ടാക്സ് അഡ്വൈസറി, അറ്റോർണി അങ്ങനെയുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇനി അടുത്ത പോയിന്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഡീറ്റെയിൽസ് ഓഫ് ചിൽഡ്രൻ. ഇവിടെ മെയിനായിട്ട് നമ്മൾ ഫില്ല് ചെയ്യുന്നത് നമുക്ക് ഓൾറെഡി കിൻഡർഗാർട്ടനിൽ കിട്ടുന്ന കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസും അവരുടെ കിൻഡർഗാർട്ടൻ നമ്പറും ഒക്കെയാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇപ്പം എൻ്റെ കേസിലാണെങ്കിൽ ഞങ്ങളുടെ കുട്ടികൾക്ക് ഇതുവരെ കിൻഡർഗാർട്ടനിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പോർഷൻ ഞങ്ങൾക്ക് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഏതൊക്കെ കുട്ടികളെയാണോ ഇത്തവണ കൺസിഡർ ചെയ്യേണ്ടത് ആ ഒരു ഡീറ്റെയിൽസാണ്. ഇപ്പോൾ നമ്മൾ അപ്പൻഡിക്സ് ഫോം ഫില്ല് ചെയ്യുന്നുണ്ട്. ആ അപ്പൻഡിക്സ് ഫോമിൽ എത്ര കുട്ടികളുടെ ഡീറ്റെയിൽസ് ആണോ ഫില്ല് ചെയ്യുന്നത് ആ കുട്ടികളുടെ ഡീറ്റെയിൽസ് തന്നെയാണ് ഇവിടെയും ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ കുട്ടികളുടെ പേര്, അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത്, സെക്സ്, ആരാണ് ഈ കിൻഡർഗാർട്ടൻ ബെനിഫിറ്റ് റിസീവ് ചെയ്യാൻ പോകുന്നത്, അപ്പം അച്ഛനാണോ അമ്മയാണോ, അവരുടെ പേര്. അതേപോലെ ഇനി അടുത്ത കുട്ടി ഉണ്ടെങ്കിൽ അടുത്ത കുട്ടി. ഈ ഫാമിലി ബെനിഫിറ്റ് ആ ഒരു നമ്പർ നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പോർഷൻ നമുക്ക് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. ഫാമിലി ആൻഡ് കാസ്റ്റയുടെ ഓഫീസിൽ നിന്ന് അവർ ചെയ്തോളും. ഇത്രയൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഡിക്ലറേഷനാണ്. ഇവിടെ നമുക്ക് ആദ്യത്തെ ഈ ഒരു സിഗ്നേച്ചർ ഓഫ് ആപ്ലിക്കൻ്റ് എന്ന് പറയുന്നത് ആരാണ് ഫോം ഫില്ല് ചെയ്യുന്നത് അവരുടെ സൈൻ, അടുത്തത് നമ്മുടെ സ്പൗസിൻ്റെ സൈൻ. ഈ ഒരു പേജിൽ നമ്മൾ 2 പേരും സൈൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇത്രയൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫോം കഴിഞ്ഞു. ഇതിൽ താഴോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഗൈഡ് ലൈൻസ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പൻഡിക്സ് ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ ഒരു ഫോമിൽ ആദ്യം തന്നെ ആരാണോ അപ്ലൈ ചെയ്യുന്നത് അവരുടെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. അതിനുശേഷം ചൈൽഡ് ബെനിഫിറ്റ് നമ്പർ, അത് നമുക്ക് ആവശ്യമില്ല. ഇവിടെ നമ്മുടെ ഡേറ്റ് കൊടുക്കാം. അതിനുശേഷം ഇത് എത്രാമത്തെ അപ്പൻഡിക്സ് ഫോമാണ്, ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ. ഇപ്പോൾ നമ്മൾ ഒന്നിലധികം ഫോമുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആ ഒരു നമ്പറാണ്, സീരിയൽ നമ്പറാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇതിപ്പോൾ ഫസ്റ്റ് എന്നുള്ള രീതിക്ക് 1. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഫോം മാത്രമേ സബ്മിറ്റ് ചെയ്യാനുള്ളൂ എന്നുണ്ടെങ്കിൽ അത് ഒന്നെന്ന് ഇടാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇഗ്നോർ ചെയ്യുകയും ചെയ്യാം. അടുത്തത് കുട്ടിയുടെ ഡീറ്റെയിൽസാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ ആദ്യത്തേത് ഫില്ല് ചെയ്യേണ്ടത് കുട്ടിയുടെ ടാക്സ് ID നമ്പറാണ്. അതിനുശേഷം കുട്ടിയുടെ ലാസ്റ്റ് നെയിം, ഫസ്റ്റ് നെയിം, നെയിം ഓഫ് ബർത്ത് നെയിം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടിയുടെ പേര് തന്നെയാണ്. ഇപ്പം എൻ്റെ മോളുടെ പേര് നിധി,
അപ്പോൾ ബർത്ത് നെയിം എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഇപ്പം ബർത്ത് നെയിം വേറെ, അതിനുശേഷം നമ്മൾ പേര് മാറ്റുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഇതിൽ ചേഞ്ച് വരുന്നുള്ളൂ. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത്, സെക്സ്, നാഷണാലിറ്റി, അഡ്രസ്സ്. കുട്ടി നമ്മുടെ കൂടെ നമ്മുടെ സെയിം ഹൗസ് ഹോൾഡിലാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. ഇപ്പം എന്തെങ്കിലും പഠനത്തിൻ്റെ കാര്യം കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് കുട്ടി നമ്മുടെ വീട്ടിലില്ല, വേറൊരു സ്ഥലത്താണ് താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആ ഒരു അഡ്രസ്സാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അടുത്തത് ചൈൽഡ് പാരൻറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ദ പേഴ്സൺ മേക്കിംഗ് ആപ്ലിക്കേഷൻ, ബയോളജിക്കൽ ചൈൽഡ് വിത്ത് ദ സ്പൗസ്, രജിസ്റ്റേർഡ് സിവിൽ പാർട്ട്ണർ, ബയോളജിക്കൽ ചൈൽഡ്. ഇതിപ്പം നിങ്ങളുടെ കേസിൽ എന്തെങ്കിലും മാറ്റമുണ്ട് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഈ ഒരു ഫോമിലും വ്യത്യാസം വരുത്താം. ഇപ്പം സ്പൗസ് അല്ല, സിവിൽ പാർട്ട്ണർ അല്ല, ഒരു ലിവിങ് റിലേഷൻഷിപ്പിലാണ്, അങ്ങനെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ഈ ഒരു ഓപ്ഷൻസിൽ ചേഞ്ച് ചെയ്യാം. നിങ്ങൾക്ക് ഏതാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് ആ ഓപ്ഷൻ മാത്രം ചൂസ് ചെയ്യുക. അതിനുശേഷം ഇൻഫർമേഷൻ അബൌട്ട് ദ അതർ പേഴ്സൺ. ഇപ്പം നമ്മുടെ വൈഫല്ല, ഒരു ലിവിങ് റിലേഷൻഷിപ്പിലാണ്, ഈ ഒരു തേർഡ് പോയിന്റിലാണ് നമ്മൾ ഇത് ഫില്ലിൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ അതർ പേഴ്സൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. സ്പൗസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അടുത്തത് ഡീറ്റെയിൽസ് ഓഫ് ചൈൽഡ് ഓഫ് ഫുൾ ഏജ് ഓർ ചൈൽഡ് ഹൂ വിൽ ഷോർട്ട്ലി റീച്ച് 18th ബർത്ത്ഡേ. ഇഫ് നോട്ട് ആപ്ലിക്കബിൾ കണ്ടിന്യൂ ടു പോയിൻറ്റ് 4. ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ പഠനം ഓൾമോസ്റ്റ് തീർന്നു, ജോലിക്ക് ട്രൈ ചെയ്യുന്ന കുട്ടികൾ, അങ്ങനെയുള്ളവർക്കാണ് ഈ ഒരു 3.1 മുതൽ 3.3 വരെയുള്ള കാര്യങ്ങൾ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അപ്പം അവർ ട്രെയിനിങ് എന്തെങ്കിലും അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെവിടെയാണ്, എന്ന് മുതലാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഡിസബിലിറ്റിക്ക് കൂടെയുള്ള ഇത് ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. കുട്ടി ഡിസേബിൾ ആണെന്നുണ്ടെങ്കിൽ അതിനുള്ള ആ ഒരു ഇതും നമുക്കിവിടെ മെൻഷൻ ചെയ്യാം. ഇനി 4ാമത്തെ പോയിന്റിലേക്ക് വരുമ്പോൾ ഈ ഒരു കുട്ടിക്ക് ഇതിന് മുന്നേ ചൈൽഡ് ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ എല്ലാം നോയാണ്. ഇത് നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇത് ലാസ്റ്റ് 5 ഇയറിൽ പബ്ലിക് സെക്ടറിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ. ഇനി അടുത്ത പോയിന്റ്, നമ്മൾ ജർമ്മനിയിലല്ലാതെ മറ്റെവിടെയെങ്കിലും കുട്ടികൾക്കുള്ള ബെനിഫിറ്റ്സിൻ്റെ ക്യാഷ് നമ്മൾ റിസീവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അത് നോ കൊടുക്കുക. ഉണ്ട് എന്നാണെങ്കിൽ എസ് എന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഫില്ലിൻ ചെയ്യുക. അതേപോലെ തന്നെ പബ്ലിക് സെക്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഡീറ്റെയിൽസ് ഇവിടെ ഫില്ല് ചെയ്യുക. അപ്പോൾ 7th പോയിന്റ് എന്ന് പറയുന്നത് താഴെ ഒരു 3 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അത് ഏതെങ്കിലും നമുക്ക് ആപ്ലിക്കബിൾ ആണോ എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ വായിച്ചു നോക്കിയിട്ട് ഞങ്ങൾക്ക് ജർമ്മനിക്ക് പുറത്ത് എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഓപ്ഷൻ, ലാസ്റ്റ് 5 ഇയേഴ്സിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഓപ്ഷൻ മാത്രമേ ഞങ്ങൾക്ക് അവൈലബിൾ. അതുകൊണ്ട് ഞാനത് എസ് കൊടുത്തു. അങ്ങനെ നമ്മളിതിൽ എന്തെങ്കിലും എസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഞങ്ങൾക്ക് നോയാണ്. സോ അതിൽ എസ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് ആരാണ് വർക്ക് ചെയ്തിട്ടുള്ളത്, എവിടെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്, ആ ഒരു ഓഫീസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ ഫില്ല് ചെയ്യേണ്ടത്. അതിനുശേഷം ഡേറ്റ്, ആപ്ലിക്കൻറ്റിൻ്റെ സൈൻ, ഇത്രയാണ് നമുക്ക് ഈ ഒരു ഫോമിൽ മെൻഷൻ ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 2 ഫോമും, മെയിൻ ഫോമും അതേപോലെ ഈ ഒരു അപ്പൻഡിക്സ് ഫോമും ഒന്നിച്ച് ഫില്ല് ചെയ്ത് ഇത് പ്രിൻ്റ് എടുത്ത് സൈൻ ചെയ്ത് ഒന്നുകിൽ നമുക്ക് സ്കാൻ ചെയ്ത് സെൻഡ് ചെയ്യാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പോസ്റ്റ് വഴി സെൻഡ് ചെയ്യാവുന്നതാണ്. ഇത് ഫില്ല് ചെയ്ത് അയക്കുന്ന സമയത്ത് നമ്മുടെ ടാക്സ് ID-യുടെ കോപ്പി, അതേപോലെ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, നമ്മുടെ RP-യുടെ കോപ്പി, ഇത്രയും സാധനങ്ങൾ നമ്മൾ കൂടെ പിൻ ചെയ്യാൻ കൂടെ ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പം മലോസ് ഇൻ ജർമ്മനിയുടെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ചൂസ്.